നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സമാധാനപരമായി സമരം ചെയ്ത ബിഷപ്പിനെതിരെ വനംവകുപ്പെടുത്ത കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KM ജോർജ് ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ രാജപാത തുറന്നുകൊടുക്കണമെന്ന ആവശ്യവുമായി സമാധാനപൂർവ്വം ജനങ്ങൾക്കൊപ്പം സമരം ചെയ്ത ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനംവകുപ്പ് കേസെടുത്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ലത ബസ് സ്റ്റാൻഡിലെത്തി തിരികെ PO ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KM ജോർജ് ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ പ്രാധാന്യമുള്ള കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് യൂത്ത് ഫ്രണ്ട് ഇന്നിവിടെ ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ, അതിന്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ ഈ പ്രതിഷേധം. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തിന്റെ മെത്രാൻ, പഴയ മെത്രാൻ, പ്രിയപ്പെട്ട പുന്നക്കോട്ടിൽ പിതാവ് ആലുവ മൂന്നാർ രാജപാത തുറന്നു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ശബ്ദമായി അവിടെ കടന്നു ചെല്ലുകയുണ്ടായി. സമാധാനപൂർണമായി ആ വഴിയിലൂടെ സഞ്ചരിച്ച പിതാവ്, 1 കിലോമീറ്റർ ആ വഴിയിലൂടെ സഞ്ചരിച്ച് മടങ്ങി വന്ന പിതാവിനെതിരെ വലിയ ഒഫൻസുകൾ ചാർജ് ചെയ്ത് കേസെടുത്തിരിക്കുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ വിമർശനത്തിന്റെ, പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ അമർച്ച ചെയ്യുന്ന സമീപനം ആത്യന്തികമായി ജനാധിപത്യത്തിന് ഈട് നൽകുകയില്ല എന്ന തിരിച്ചറിവ് അധികാരികൾക്കുണ്ടാകണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് ഇലഞ്ഞെടുത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളായ ടോം കുര്യാച്ചൻ, ജോസ് കുര്യാക്കോസ്, ജേക്കബ് ഇരമംഗലത്ത്, നിജോ വർഗീസ്, റെജി കപ്പ്യാരട്ടയിൽ, ജോബി മുണ്ടയ്ക്കൽ, ജെറിൻ ജോർജ്, സോജൻ പിട്ടാപ്പിള്ളി, രാജു കണിമറ്റത്തിൽ, സിബിൻ സണ്ണി, ജോൺ കുര്യാക്കോസ്, വരുൺ കുരിശിങ്കൽ, ജോസ് വിൻസെന്റ്, അനിൽ ലൂക്ക്, ബെന്നി ജോയി, ജോർജ് മാത്യു, ജ്യോതിഷ് ജോബി, ജോർജ് ജോണി, ജോർജ് കുര്യാക്കോസ്, സാവിയോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.